friends, welcome to Simis Nadan kitchen. എല്ലാവരും സേഫ് അല്ലേ? ഇവിടെ ഞങ്ങളും സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെട്ട് കേക്ക് കേട്ടോ. പണ്ട് ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടും ഇതുപോലെ ഒരു വെട്ട് കേക്ക് കേട്ടോ. പണ്ടത്തെ ചായക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേശയും ബെഞ്ചൊക്കെ ഇട്ടിട്ടുള്ള ചായക്കടകൾ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കടയുടെ ഫ്രണ്ടിൽ അലമാരി ഉണ്ടാവും കേട്ടോ, ഗ്ലാസിൻ്റെ. അപ്പോൾ ആ അലമാരിക്കകത്ത് ഇതുപോലെ പരിപ്പുവട, ഉഴുന്നുവട, പിന്നെ നെയ്പത്തിരി, അതിൽ ഈ വെട്ട് കേക്ക്, അതിൽ പുട്ട്, ദോശ, അപ്പമൊക്കെ ഇങ്ങനെ ഇതുപോലെ ഗ്ലാസ് അലമാരിക്കകത്ത് അരക്കിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രസം അത് കാണാനായിട്ട് തന്നെ. അപ്പോൾ പപ്പ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന പലഹാരങ്ങളിൽ ഒന്നാട്ടോ ഈ വെട്ട് കേക്ക്. അപ്പോൾ ഇങ്ങനത്തെ വെട്ട് കേക്കൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ഹോട്ടലുകൾ കുറവാണല്ലോ. അപ്പോൾ കൂടുതലും വലിയ മോഡേൺ ആയിട്ടുള്ള ഹോട്ടലുകളും ബേക്കറികളൊക്കെ അല്ലേ ഉള്ളത്. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഇപ്പം ഈ വെട്ട് കേക്ക് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ അമ്പലത്തിൻ്റെ വാതിക്കലൊക്കെ ചെറിയ ചെറിയ ഹോട്ടലുകൾ കാണും. അപ്പോൾ അങ്ങനത്തെ ഹോട്ടലുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ്റാനിക്കരി പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട്. പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് മണ്ണാറശാലയിലാണ്. അപ്പം ഞങ്ങൾ മണ്ണാറശാല ഇടയ്ക്ക് പോകലുണ്ട്. പോകുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ വാതിക്കയിൽ 2-3 ഹോട്ടലുണ്ട്. ഇപ്പം ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ 2 വർഷമായി. അതിന് മുന്നേ വരെ ആ ഒരു 2-3 ഹോട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ തൊഴുതിട്ടൊക്കെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഈ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് അപ്പോൾ കയറുന്ന സമയത്ത് ഇതുപോലെ ആ ഹോട്ടലുകളിലുണ്ട് കേട്ടോ ഇതുപോലെ മടക്ക് സാധനം വെട്ടി കേക്കും പിന്നെ ഫ്ലവർ കേക്ക് എന്ന് പറഞ്ഞൊരു കേക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അന്നൊക്കെ ഞങ്ങൾ പപ്പയായിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ പപ്പയോട് ഞങ്ങൾ പറയും ബാങ്ക് ഒരെണ്ണം മേടിച്ചിടും. അത് ഞങ്ങൾക്ക് എൻ്റെ പപ്പേനെ സോപ്പിട്ട് കേട്ടോ ഒന്ന് മേടിച്ചിട്ടാകുമ്പോൾ ചോദിച്ചിട്ട് അപ്പോൾ ബാങ്ക് മേടിച്ചിട്ട് കിട്ടാ. അപ്പോൾ അതൊരു നല്ല രസമായിരുന്നു അന്നത്തെ ഒരു ആ കാലമൊക്കെ. അത് അവിടെ നിന്ന് മേടിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇത് നല്ല ടേസ്റ്റാട്ടോ ഈ കേക്ക്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇതിൻ്റെ സ്വാദ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് കാണിച്ചിടാം. നല്ല സോഫ്റ്റാണ്. പുറം കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ കുറച്ച് സോഫ്റ്റായിട്ടുമാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട്. ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. 1 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, 1 മുട്ട, 4 ഏലക്ക പൊടിച്ചെടുത്തത്, 1 നുള്ള് ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഡാൽഡ, നെയ്യ്, ബട്ടർ, ഇത് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കളറായിട്ടുള്ള യെല്ലോ കളർ ചേർക്കാം കേട്ടോ. ആദ്യമേ ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുട്ടയാണ്. അത് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കണം. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർക്കാം. ഈ ഏലക്കയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 നുള്ള് ബേക്കിംഗ് സോഡ, ഇതുപോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ബേക്കിംഗ് സോഡ ചേർക്കണ്ട. അപ്പോൾ നമ്മൾ വറക്കുമ്പോൾ അതിൻ്റെ കളർ അങ്ങോട്ട് മാറിപ്പോവും. 1 നുള്ള് ഉപ്പ്, ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചേർത്തേക്കുന്ന എല്ലാം ഇതിൻ്റെ അകത്ത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇനിയിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കത്തൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എത്ര പൊടി വേണം അതനുസരിച്ചിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളിനി കുഴക്കേണ്ടത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലായിരിക്കണം. മിക്സ് ചെയ്യാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആ ചേർത്തേക്കുന്ന മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുന്ന പൊടിയുടെ അളവും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ട് ഞാൻ പറയാം ഞാൻ എത്ര മൈദപ്പൊടി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ടെന്നുള്ളത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതിങ്ങനെ പറ്റി പിടിക്കൂട്ടെ. ഇത് പഞ്ചസാരയൊക്കെ ചേർത്ത് നമ്മൾ എടുത്തേക്കണ ഒരു മാവല്ലേ. അപ്പോൾ കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് എണ്ണ ഡാൽഡയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ അത് ഇട്ടിട്ട് ഇത് കുഴച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ പിടിക്കത്തില്ല. എന്നിട്ട് ഇത് നല്ലപോലെ മയപ്പെടുത്തി എടുക്കണം കേട്ടോ.
ഇനി കുറച്ചും കൂടെ പൊടിയുണ്ട്. ആ പൊടി ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണേന്ന്. നമ്മൾ ആ ചേർത്തേക്കുന്ന മാവ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ എണ്ണയും അതുപോലെ കറക്റ്റാണ്. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കയ്യിലങ്ങനെ പിടിക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കയ്യിലൊന്ന് കുറച്ചൊന്ന് എണ്ണ പറ്റിച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് അതിലോട്ട് നമ്മുടെ കയ്യിൽ പിടിക്കത്തൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണിത് കുഴച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഒരുപാട് ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കും ഭയങ്കര കട്ടിയായിപ്പോൾ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണ നമ്മൾ കയ്യിലെടുത്തിട്ട് ഒന്ന് തൂത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വെക്കണം. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് ഇരുന്നിട്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് എന്തായാലും എണ്ണ തൂത്തിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇനി വീണ്ടും ഇതൊന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മയപ്പെടുത്തി കൊടുക്കാം. ഇത് കണക്കെ ഇനി ഇത് നമുക്ക് ഇതൊരു 2 പീസായിട്ട് മാറ്റാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2ആയിട്ട് മുറിച്ചിട്ട് ഇനി ഇത് നമുക്ക് ആ വെട്ട് കേക്കിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഒരു ചപ്പാത്തി പലക എടുക്കാം. അതിലേക്ക് ഇത് നമ്മൾ 2 പീസാക്കി വെച്ചിട്ടുണ്ട്. അതിൽ 1 പീസ് എടുത്തിട്ട് ഇതിലോട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തിന് എണ്ണ തേച്ചേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പലകയിൽ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് പതുക്കെ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് വലിപ്പമാണ് വരേണ്ടതെന്ന് വെച്ചാൽ ആ വലിപ്പത്തിൽ വേണം റോൾ ചെയ്യാനായിട്ട്. റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. അത് ഒരു സ്ക്വയർ ഷേപ്പിലാണത് വരേണ്ടത്. നമുക്ക് ഇതുപോലെ ആട്ടോ വേണ്ടത്. ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യുക, ഇത് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ നല്ല കറക്റ്റ് സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഉരുണ്ടിട്ടല്ല ഇരിക്കേണ്ടത്, സ്ക്വയറിൽ നിന്ന് മുകൾവശവും താഴ്വശവും ഒന്ന് പരന്നിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക്. അപ്പോൾ ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഷേപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇതിങ്ങനെ ഒന്ന് ഇത് തട്ടി ഒന്ന് സ്ക്വയർ പീസ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ആട്ടോ ഞാൻ സ്ക്വയർ പീസ് ആക്കി എടുത്തേക്കണത്. അപ്പോൾ ഇങ്ങനെ മുറിക്കുമ്പോൾ ഒന്ന് ഷേപ്പ് സ്ക്വയറിൻ്റെ ഷേപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ പലകയിൽ തന്നെ ഇങ്ങനെ തട്ടിയിട്ട് ഒന്ന് സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇനി ഇതുപോലെ മറ്റേ മാവും അങ്ങനെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. ആ 2 മാവും വെച്ചിട്ട് ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ വെട്ട് കൊടുക്കണം. അതാണല്ലോ വെട്ട് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെട്ടുമ്പോഴത്തേക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ പുറമേ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം അത് മുറിഞ്ഞു വരണം. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിക്കാം. ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ക്രോസ് ആയിട്ടാണ് മുറിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ പൊളന്ന് വരണം. എന്നാൽ മാത്രമേ നമ്മളത് കേക്ക് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും അത് ഇങ്ങനെ തുറന്നിങ്ങനെ പൂവിൻ്റെ ഷേപ്പിൽ വരത്തുള്ളൂ. ബ്രെഡ് മുറിക്കണ കത്തിയുണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാട്ടോ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട്. അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു അരം പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ മുറിക്കാൻ എളുപ്പം അത്. അപ്പോൾ ഞാൻ ഇതുപോലെ ആ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. ഇനി ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. അതിലേക്ക് കുറച്ച് മാവിട്ട് നോക്കാം. മാവിട്ട് നോക്കുമ്പോൾ അത് പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചേക്കണ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് കേട്ടോ. പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചൂടായതിനു ശേഷം ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ഹീറ്റിലോട്ട് മാറ്റും കേട്ടോ. വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ ഇത് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ തീ കുറച്ചിട്ട് വേണം ഇതിലേക്ക് ഈ കേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിന് ചെറിയ തീയിൽ കിടന്നിട്ട് വേണം കേട്ടോ ഒന്ന് മൂത്ത് വരാനായിട്ട്. നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പുറം അങ്ങോട്ട് കരിഞ്ഞങ്ങ് പോകും. ഇത് കുറച്ച് കാനമുണ്ടല്ലോ, സാവധാനം വേണം എണ്ണയിലിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കാനായിട്ട്. ഇത് കണ്ടോ, നമ്മൾ ആ വെട്ട് അതങ്ങനെ ഇങ്ങനെ തുറന്നു വരുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറായി പോകണ്ട കേട്ടോ. നമുക്കറിയാമല്ലോ വെട്ട് കേക്കൊക്കെ നിങ്ങൾ കടയിൽ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ കേക്ക് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയിട്ട് ഏലയ്ക്ക കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലുള്ള സീഡ് മാത്രം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് ഏലക്കയുടെ ആ തൊലിയാണ്. ആ തൊലിയും കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ പൊടിച്ചെടുത്താണ്. ഇത് വേണമെന്നില്ല, ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഞാനിത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ആ അടിയിലത്തെ ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ മറിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വശം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിലാണ് നമുക്കിത് മുരിഞ്ഞ് വരേണ്ടത്. രണ്ട് സൈഡും ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ ഏലക്കയുടെ തൊണ്ടും പിന്നെ പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചാൽ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ആ ചൂടോടുകൂടി തന്നെ വേണം ഇടാനായിട്ട്. നമുക്ക് ആ എല്ലാ കേക്കും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ പൗഡറും ഏലക്കയും കൂടെ ഒരുമിച്ച് പൊടിച്ചത് അതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇട്ടിലേലും കുഴപ്പമില്ല, അല്ലാണ്ട് തന്നെ ഇതിന് നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എന്താണ് റീസൺ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണം കേട്ടോ. എന്നാൽ മാത്രമല്ലേ എനിക്കറിയുള്ളൂ ഞാൻ ചെയ്തേക്കുന്ന വീഡിയോയിൽ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്